പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, യേശു നേടിത്തന്ന രക്ഷ നാം സ്വന്തമാക്കിയോ? അതിനായിട്ട് നാം എന്താണ് ചെയ്യേണ്ടത്? നമ്മളിൽ മാറ്റങ്ങൾ എന്താണ് വരുത്തേണ്ടത്? ഈ വിഷയത്തെക്കുറിച്ചാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ് നമ്മുടെ മരണശേഷം എന്ത് എന്ന്. ഹെബ്രായർ 9:27 തിരുവചനം പറയുന്നു, മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കണം, അതിനുശേഷം വിധി എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ വിധിയിൽ നിന്ന് രക്ഷപ്പെടാൻ മതങ്ങൾ പല രീതികൾ പറഞ്ഞു തരുന്നുണ്ട്. സൽപ്രവർത്തികൾ ചെയ്താൽ മോക്ഷം പ്രാപിക്കാമെന്ന് ചിന്തിക്കുന്ന ധാരാളം പേരുണ്ട്. എന്നാൽ ചിലർ വിശ്വസിക്കുന്നത് ഈ ഭൂമിയിലെ ജീവിതം കൊണ്ട് എല്ലാം അവസാനിച്ചു എന്നാണ്. എന്നാൽ തിരുവചനം എന്താണ് പറയുന്നത് എന്നാണ് നാം ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. യേശു തൻ്റെ രണ്ടാമത്തെ ആഗമനത്തിൽ നമ്മെയും കൂട്ടിക്കൊണ്ട് പിതാവിൻ്റെ പക്കലേക്ക് പോകും എന്ന് യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ 14:1-3-4 തിരുവചനങ്ങൾ അതാണ് വ്യക്തമാക്കുന്നത്. യേശു ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഭവനമൊരുക്കാൻ ഞാൻ പോകുന്നു എന്ന് ഞാൻ പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. അപ്പോൾ നമുക്ക് മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്നും അത് പിതാവിനോടൊത്ത് സ്വർഗത്തിലെ ജീവിതമാണെന്നും യേശുനാഥൻ നമ്മെ പഠിപ്പിക്കുകയാണ്. നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, ബൈബിൾ നമ്മോട് ചോദിക്കുകയാണ്, നീതിമാൻ കഷ്ടിച്ചു മാത്രം രക്ഷപ്പെടുന്നുവെങ്കിൽ പാപികളുടെ അവസ്ഥ എന്തായിരിക്കും? റോമ 3:10 മനുഷ്യൻ അടിസ്ഥാനപരമായി പാപിയാണ്, നന്മ ചെയ്യുന്നവൻ ഒരുവൻ പോലും ഇല്ല എന്ന് തിരുവചനം പറയുകയാണ്. അപ്പോൾ നാം ചോദിച്ചേക്കാം, നാം ചെയ്യുന്ന സൽപ്രവർത്തികൾ കണക്കിലെടുക്കുകയില്ലേ എന്ന്. നാം ചെയ്യുന്ന നന്മകൾ, അതായത് സൽപ്രവർത്തികൾക്ക് പിന്നിൽ നമുക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ അത് നാം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ ലക്ഷ്യം ലോകം അംഗീകരിക്കണം, ലോകത്തിൻ്റെ കയ്യടിയും നേട്ടവും അത് നേടിയെടുക്കണം, ലോകത്തിൽ വലിയ ആളാകണം എന്നുള്ളൊരു ചിന്ത. അല്ലെങ്കിൽ ഞാനിതെല്ലാം ചെയ്യുന്നത് എൻ്റെ കഴിവ് കൊണ്ടാണ്, ഇങ്ങനെയുള്ള അഹങ്കാരം നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് എല്ലാവരും അല്ലെങ്കിലും കൂടുതൽ പേരും സൽപ്രവർത്തികൾ ചെയ്തുകൊണ്ട് ഭൂമിയിൽ ജീവിക്കുന്നത്. അപ്പോൾ ദൈവം അതിനെ കണക്കാക്കുന്നത് മലിന വസ്ത്രമായിട്ടാണ്. അതുപോലെ മാത്രമേ യേശു അതിനെ സ്വീകരിക്കുന്നുള്ളൂ. 100% കളങ്കരഹിതമായ ഹൃദയമുള്ളവർക്ക് മാത്രമാണ് ആത്മാവിൻ്റെ നിത്യത അഥവാ രക്ഷ പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ രക്ഷ യേശുവിലൂടെയാണ് നാം നേടിയെടുക്കുന്നത്. മനുഷ്യ മക്കളെ രക്ഷിക്കുവാനായിട്ട് പിതാവായ ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. നാം ആദ്യമായി പിതാവായ ദൈവത്തിനാണ് നന്ദി അർപ്പിക്കേണ്ടത്. യോഹന്നാൻ 3:16-17 തിരുവചനങ്ങളിലൂടെ പറയുകയാണ്, എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യരക്ഷ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. യെശയ്യാ 53:5 യേശുവിന് 500 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന യെശയ്യാ പ്രവാചകൻ പറയുന്നു, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു, അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. രക്ഷ പ്രാപിക്കാൻ നാം എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ പാപങ്ങളെ അംഗീകരിക്കുകയും അതിനെക്കുറിച്ചോർത്ത് അനുതപിക്കുകയും പശ്ചാത്തപിക്കുകയും ചെയ്യണം. നാം ഹൃദയത്തിൽ വിശുദ്ധീകരിക്കപ്പെടണം. അതിനായിട്ടാണ് യേശുനാഥൻ കൂദാശകൾ സ്ഥാപിച്ചത്. കൂദാശകളുടെ കൂദാശയായ പരിശുദ്ധ ബലിയിൽ ഈശോ തൻ്റെ ശരീരവും രക്തവും പങ്കുവെച്ച് നൽകുകയാണ് ചെയ്യുന്നത്.
യോഗ്യതയോടെ പരിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ നമുക്കും വിശുദ്ധി പ്രാപിക്കാൻ സാധിക്കും. യേശുവിൻ്റെ ഏറ്റവും വലിയ ദാനമായ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞാൽ നമുക്ക് വിശുദ്ധിയിൽ വളരുവാൻ സാധിക്കും. നാം നന്മകൾ അല്ലെങ്കിൽ സൽപ്രവർത്തികൾ ചെയ്യുമ്പോൾ അത് ദൈവമഹത്വത്തിനായി ചെയ്യണം എന്നുള്ളൊരു ചിന്തയും നമ്മുടെ ഹൃദയത്തിൽ വരും. അങ്ങനെ പൂർണ്ണമായ ഹൃദയ വിശുദ്ധി വരുന്നവർക്കുള്ളതാണ് നിത്യരക്ഷ. അപ്പോഴാണ് യേശു നേടിത്തന്ന രക്ഷ നമ്മുടെ സ്വന്തമാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ യേശു ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായി നാം മാറും. അതാണ് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.